മുംബൈ മലയാളികളുടെ വാട്സാപ്പ് കൂട്ടായ്മയായ ഗുഡ് ഫ്രണ്ട്സ് 10ാം വാർഷികത്തിന്റെ നിറവിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കോവിഡ് കാലം മുതൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംഘമാണ് ഈ ഓൺലൈൻ ചങ്ങാതിക്കൂട്ടം. മുംബൈയിലെ ഒരു മലയാളി നഴ്സ് ആരംഭിച്ച ചെറിയൊരു വാട്സാപ്പ് കൂട്ടായ്മ ഇന്ന് നിരവധി മനുഷ്യരുടെ ജീവിതത്തിൽ കരുതലിന്റെ കൈത്താങ്ങായി മാറിയിരിക്കുകയാണ്. 10 വർഷമായിട്ട് ഒരു കോട്ടോ ഇല്ല, ഒരു നേട്ടത്തിലേക്ക് തന്നെ പോകുന്ന ഒരു കൂട്ടായ്മയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൻ്റെ പിന്നിലുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരോടും പറയുകയും ആ ഒരു കൂട്ടായ്മയ്ക്ക് നല്ലൊരു എമൗണ്ട് എല്ലാ ഫണ്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ കൂട്ടായ്മയുടെ ഒരു പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഡോംബിവലി ടാക്കുലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുഡ് ഫ്രണ്ട്സ് എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ 10ാം വാർഷികാഘോഷമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ ഗ്രൂപ്പിനെ എങ്ങനെ സമൂഹത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അങ്ങനെ സമൂഹത്തിന് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് ഹോസ്പിറ്റലൈസേഷൻ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഗുഡ് ഫ്രണ്ട്സ് സഹായിച്ചിട്ടുള്ളത് ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആൾക്ക് ബില്ല് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എല്ലാവരും വലുതും ചെറുതുമായ തുകകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം അവരെ സഹായിക്കാൻ പറ്റും. കോവിഡ് കാലത്താണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം കൂടുതൽ സജീവമായത്. ആശുപത്രി പ്രവേശനം ആവശ്യമുള്ളവർക്കും അത്യാവശ്യ മരുന്നുകൾ തേടിയവർക്കും ഒറ്റപ്പെടലിലായവർക്കും ഒരു വെളിപ്പാടകലയായി ഗുഡ് ഫ്രണ്ട്സ് പ്രവർത്തിച്ചു. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അതാണ് നമ്മുടെ മുഖ്യ അജണ്ട. ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സമയത്ത് എത്തിച്ചേരും. അല്ലെ ഈ ഒരു ഗ്രൂപ്പ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എത്ര മെമ്പർ ഉണ്ടെങ്കിലും അതിൽ ഒട്ടുമിക്ക ആൾക്കാരും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹെൽപ്പാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുഖ്യ അജണ്ട. അത് തന്നെയാണ്. മാനവകല്യാൺ മുനിസിപ്പൽ ആശുപത്രിയിലെ നഴ്സായ ശ്യാമ കെ നായർ അഡ്മിനായ കൂട്ടായ്മ ചെറിയ സഹായങ്ങളെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റങ്ങളാക്കി മാറ്റാനാകുമെന്ന് തെളിയിച്ച സംഘമാണ്. ഒരു സമൂഹജീവിയായ എനിക്ക് ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു ചെറിയ ചിന്തയാണ് ഈ കൂട്ടായ്മയുടെ ആധാരം. സ്നേഹസംഘം ഭദ്രദീപം കൊളുത്തി ആരംഭിച്ചു. ശ്യാമ കെ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സർജൻ ഡോക്ടർ വിനയ് പാട്ടീൽ മുഖ്യാതിഥിയായി. श्यामा सिस्टर को मैं ऑलमोस्ट 25 ईयर्स से जानता हूँ, जब से उसने मानव कल्याण ज्वाइन किया है. अभी रूटीन हॉस्पिटल, आई थिंक मेनी ऑफ यू हैव विजिटेड मानव कल्याण हॉस्पिटल. तो जनरली हमारा रूटीन जो चलते रहता है ना, तो श्यामा सिस्टर इतना फुल ऑफ एनर्जी रहता है काम करने में. Daily she assists almost from 15 to 18 operations. മാനവ കല്യാൺ കേന്ദ്ര ആശുപത്രി മാനേജ്മെന്റ് ട്രസ്റ്റി രമേശ് മിസ്ത്രി, കേരളീയ സമാജം ചെയർമാൻ വർഗീസ് ഡാനിയൽ, സാമൂഹ്യ പ്രവർത്തകൻ TR ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുഡ് ഫ്രണ്ട്സ് ഇത് വളർന്ന് വലുതായി ഈ താക്കുറളി ഡോംബിവലി ഏരിയയിൽ പന്തലിച്ച് അനേകായിരങ്ങൾക്ക് ചെറുതും വലുതായിട്ടുള്ള ഹെൽപ്പുകൾ നൽകാനെ കൊണ്ട് സംഘടനാ സംവിധാനങ്ങളില്ലെങ്കിലും സേവന മുഖമുദ്രയാക്കിയ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-150 ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഇങ്ങനൊരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വന്നത് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആരോരും തുണയില്ലാത്ത വയോധികർക്കായി പ്രവർത്തിക്കുന്ന മൈത്രി ചാരിറ്റബിൾ ട്രസ്റ്റിന് ഗുഡ് ഫ്രണ്ട്സ് സംഘങ്ങൾ സമാഹരിച്ച ധനസഹായവും സ്നേഹോപഹാരവും ചടങ്ങിൽ കൈമാറി. ചടങ്ങിൽ വേലോത്സവം സിനിമയിൽ അഭിനയിച്ച കൂട്ടായ്മയിലെ അംഗങ്ങളെയും ആദരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓരോരോ ആൾക്കാരും അവരവരെ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് ഒരു സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലും ഞാൻ പങ്കാളിത്തം ചെയ്യുന്നുണ്ട്. വൈവിധ്യങ്ങളായ നൃത്ത പരിപാടികൾ പ്രേക്ഷക പ്രീതി നേടി. സോഷ്യൽ മീഡിയയുടെ ശക്തി മനുഷ്യ സ്നേഹത്തിന്റെ വഴിയിലൂടെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ എത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഗുഡ് ഫ്രണ്ട്സ്.
മനുഷ്യസ്നേഹവും കൂട്ടായ പ്രവർത്തനവും കൈകോർക്കുമ്പോൾ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്കും സമൂഹത്തിൽ വലിയ മാറ്റത്തിന്റെ ശബ്ദമാകാമെന്ന് ഗുഡ് ഫ്രണ്ട്സ് വീണ്ടും തെളിയിച്ചു.